എനിക്ക് പേടിയാവുന്നു. ഞാൻ ഈ റൗണ്ടിനില്ല. അവിടെ ഒന്നും അനങ്ങുന്നു. വേണ്ട, ഞാൻ കളിക്കുന്നില്ല. Guys, welcome back to my YouTube channel Chill with Ponnu. അപ്പോൾ ഇന്ന് ഈ പെട്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നൊരു പുതിയ ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് എൻ്റെ കൂടെ ചാലഞ്ച് ചെയ്യാൻ 2 പേരുണ്ട്. നമുക്ക് ആ 2 പേരെയും സ്വാഗതം ചെയ്യാം. പ്ലീസ് കം. വരുന്നില്ലേ? സ്ലോ മോഷൻ അടിക്കാൻ ഇങ്ങോട്ട് വാ. ഇതാണ് എന്റെ 2 നാത്തൂൻ. ഇവളെ പരിചയപ്പെടുത്തുന്നില്ല. ഇതാണ് എന്റെ മൂത്ത നാത്തൂൻ സൗമ്യ ചേച്ചി. സൗമ്യ ചേച്ചി ഹായ് പറയൂ. ഹായ്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി നീ എന്തെങ്കിലും കാണിക്കും. ഇന്ന് എന്ത് ചലഞ്ചാ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പെട്ടിക്കകത്ത് ഒരു സാധനം വെക്കും. നമ്മൾ 3 പേരും 3 ടൈമിൽ കണ്ണ് കെട്ടി വന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളുടെ ഓരോ പേര് എഴുതിയ പേപ്പറുണ്ട് ഇതിൽ എഴുതും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നോക്കും കറക്റ്റ് ആരാ എന്നത്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. പേടിയുണ്ടോ മാള്? ഇല്ല ചേച്ചി, കള്ളക്കളി കളിക്കും. അത് സ്വയമായിട്ട് പറയൂ. സൗമ്യ ചേച്ചി പേടിയുണ്ടോ? വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ചേച്ചിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് പേടിയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ആദ്യം ഞാൻ വന്നേക്കുവാണ്. ഇതിനകത്ത് ഇവരെന്തോ വെച്ചിട്ടുണ്ട്. നമുക്കിത് തൊട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് പേപ്പറിൽ എഴുതാം. എനിക്ക് പേടിയാവുന്നു. ജീവനുള്ളൊന്നും അല്ലല്ലോ അല്ലേ? ഇവിടെ നിൽക്കുന്ന ആരും മിണ്ടൂല്ല. അയ്യോ, എനിക്ക് പേടിയാവണേ. ഇതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മനസ്സിലായി. ബ്രഷ് പോലത്തെ സാധനം. ഇത് ബ്രഷ്. ഇതെന്ത് സാധനം? ശരിക്കും പേടിയാവും. ഇങ്ങനെ ഈ കുപ്പിയൊക്കെ കഴുകണ ബ്രഷ് പോലത്തെ. എനിക്ക് മനസ്സിലായി. വെക്കാം. എന്നിട്ട് അരച്ചേക്കാം. ഇനി ഞാൻ അഴിക്കുവാണേ. ഇപ്പൊ എന്ത് ചെയ്യണം? അടച്ചു വെക്കണല്ലേ? കണ്ണ് കാണാൻ വയ്യ. ഇത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ മുള്ളു പോലത്തെ ഒരു ബ്രഷാണത്. അതെന്ത് ബ്രഷാന്ന് വെച്ചാൽ എന്തിനു ഉപയോഗിക്കണേന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഹെയർ കളറിന്റെ കൂടെ കിട്ടണേന്ന് തോന്നുന്നു. ഞാൻ പടം കൂടെ വരച്ച് വെച്ചേക്കാം. ഇത് എന്റെ പേരിലുള്ള പേപ്പറിൽ ഞാൻ എഴുതാം. എനിക്ക് എന്റെ ശരിക്കുള്ള പേര് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ എഴുതിയേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ആൾ വിളിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ വന്നേക്കാണ്. അപ്പം നമുക്ക് സാധനം എന്താന്ന് പറയാം. അപ്പം തുറന്നു നോക്കുന്നതിന് മുമ്പ് എഴുതിയത് പറയാം. ഞാൻ എഴുതിയേക്കുന്നത് ആക്ച്വലി ബ്രഷ് എന്നാണ്. ബ്രഷ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കുഞ്ഞിത് ഈ നിപ്പിളൊക്കെ കഴുകണ പോലത്തെ ഇങ്ങനെ ഇതുള്ള ഒരു വൈറ്റ് കളർ ഒരു കുഞ്ഞു ബ്രഷ്. അതാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബ്രഷ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പൊ ചേച്ചി നിപ്പിള് എങ്ങനെയാണോന്ന് അറിയാൻ പാടില്ല. ഒരു നീളത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചുറ്റിന് ഇങ്ങനെ ബ്രഷ് പോലെ ഇരിക്കുന്ന സാധനം പടം പോലെ വെച്ചിട്ട് കാണാൻ പറ്റില്ല. സൗമ്യ ചേച്ചി ഞാനെന്തോ ടോയ് എന്നാണ് എഴുതി. ആദ്യം മേക്കപ്പ് ബ്രഷ് ആണോ എന്താന്ന് മനസ്സിലായി. ചേച്ചി കാണിച്ചോ? ടോയ് എന്നാണ് ചേച്ചി എഴുതിയേക്കുന്നത്. കൊച്ചിന്റെ ടോയിന്റെ എന്തോ ഭാഗമായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് തുറന്നു നോക്കാം.
ഇതാണ് ഗൈസ്. ശരിക്കും ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഞാനത് വിചാരിച്ചു ഈ ഹെയർ കളറിനൊക്കെ കൂടെ അതാന്ന് തോന്നണ കേട്ടോ. ഇങ്ങനെ എന്താന്ന് എന്ത് ഇത്രയും ചെറിയ മുടിയല്ല. എന്തായാലും ബ്രഷാണ്. അപ്പൊ സൗമിച്ചി ചാത്തിനോട് തോറ്റിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോയിന്റ് കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് 2 ഗോൾഡ് പോയിന്റ്, സൗമിച്ചിക്ക് 0. ഗൈസ് സെക്കൻഡ് റൗണ്ട് ആണ്. ഞാൻ നോക്കട്ടെ. അയ്യോ ജീവനുള്ള നോക്കല്ലേ. അയ്യോ ഇതെന്തോന്ന് സാധനം? മണക്കാവോ? എന്തോ ഒരു പച്ചക്കറിയാ. ഇതിന്റെ തോടില്ല. എനിക്കൊരു ഡൗട്ട്. ഓക്കെ ഓക്കെ എടുക്കുവാണേ. എന്ത് സാധനം? അവക്കാഡോയാ? ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണോ? അറിയാലോ. അപ്പൊ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ റൗണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ആദ്യം മാളുവാ നോക്കിയത്. മാളു പറയുന്നത് സത്യം പറഞ്ഞ എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. ചേമ്പാണോ കാച്ചിലാണോ എന്ന് എനിക്ക് ഇങ്ങനെ ഡൗട്ട്. എന്താ എഴുതിയേക്കണേ? ഞാൻ ചേനയല്ല എന്തായാലും. ഞാനും അത് നോക്കിയേട്ടാ ചൊറഞ്ഞേനെ. നീ എന്താ എഴുതിയത്? ഞാനിപ്പോ കാച്ചില് ഫിക്സ് ചെയ്തു. രണ്ടാമത്തെ കാച്ചിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനും ആദ്യം ഒരു വെജിറ്റബിൾ ആണെന്ന് മനസ്സിലായി. ഞാൻ ആദ്യം ചേന എഴുതി, പിന്നെ കാച്ചിൽ എഴുതി. രണ്ടും വെട്ടിയിട്ട് ഞാൻ കിഴങ്ങെന്ന് എഴുതി വെച്ചിട്ടു. കിഴങ്ങി. അവിടെ എഴുതി വെച്ചേക്കുന്നേ. ഓ പിന്നെ ചേച്ചി പറ. ഞാൻ ചേനാന്ന് എഴുതിയത്. നോക്കാം. ചേന. ചേനയാണത്. ഇതെന്താ? കാച്ചില്. അയ്യോ നോക്കിയേ. ആദ്യം ഞാൻ കാച്ചിലെന്നാ എഴുതി. പിന്നെ വെട്ടി ചേന എഴുതിട്ട് പിന്നെ കിഴങ്ങ് നോക്കി.
എന്നാലും പൊട്ടറ്റോ ആവാൻ സാധ്യതയില്ലായിരുന്നു. ചേച്ചി പറഞ്ഞപ്പോ എനിക്കൊരു പൊട്ടറ്റോന്റെ സ്മെല്ല് വ്യത്യാസമുണ്ട്. ശരിയാ. പക്ഷെ ഞാൻ ഫസ്റ്റ് എഴുതിയത് കാച്ചിലെന്നാ. എനിക്ക് അറിയായിരുന്നു അത്. എന്തായാലും പോട്ടെ, സാരമില്ല. എന്തായാലും എനിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് പോയിന്റ്, ഇവർക്ക് രണ്ടുപേർക്കും 0. ചേച്ചിക്ക് ഇതുവരെ 0 തന്നെയാ. ഓക്കെ ഗൈസ്, ഇത് എത്രാമത്തെ റൗണ്ട് ആയിരുന്നു? 3rd റൗണ്ട്. തൊട്ടോട്ടെ. അയ്യോ അതെന്തോന്ന്? അയ്യോ പൂച്ചയാണോ? വേണ്ട, എനിക്ക് വേണ്ട. എന്റെ ഗുരുവായൂരപ്പാ. ഓക്കെ, മനസ്സിലായി. എഴുത മാറ്റിക്കോ സാധനം. മാറ്റട്ടെ കണ്ണ്. ഓ ഞാൻ പേടിച്ചു പോയി കേട്ടാ. എഴുതട്ടെ. ഓറിയോണോ? ജീവനുള്ള അതിന് വയ്ക്കൂലെന്നല്ലേ ഓർമ്മത്. ഓടത് ടോയ് ആണോ? നിങ്ങൾ തൊടാൻ ശ്രമിക്കുള്ളൂ കേട്ടോ. എന്ത് സാധനം? ഓക്കെ മനസ്സിലായി. എനിക്ക് പേടിയാവുന്നു. കിട്ടി. ഓക്കെ ഗൈസ്, അപ്പം 3rd റൗണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് വന്നത് സൗമ്യ ചേച്ചിയാണ്. സൗമ്യ ചേച്ചി കാണിച്ചോ. ഇത് ഇത്തിരി പേടിയുള്ള റൗണ്ട് ആയിരുന്നു. സൗമ്യ ചേച്ചി എന്താ? ഞാൻ സോഫ്റ്റ് ടോയ് എന്നാണ് എഴുതിയത്. സോഫ്റ്റ് ടോയ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആദ്യം തൊട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ പൂച്ചയായിരിക്കും. അതെ ഞാൻ പേടിച്ചു. ഇവര് അനക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പാവക്കുട്ടി, ഒരു 2 ചെവിയൊക്കെ ഉള്ള ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നില്ല. ഞാനും ആ പാവ തന്നെ ഉദ്ദേശിച്ചത്. എന്താ എഴുതിയത്? പാവ, ബ്ലൂ പാവ. ഓക്കെ, ഇനി സാധനം ഇവിടെ തോന്നിയാണ്. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും പോയിന്റ് ഉണ്ട്. ഇത് ഞാൻ ആദ്യം ഇതിനെ അല്ല, അതിന് വേറെ എന്തൊക്കെയോ സാധനം അതൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും പേടിപ്പിക്കാൻ വേണ്ടി. ഇതെനിക്കൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഇതാ തൊട്ടത്. ഒരു ഓറയോട് ചമ്പി. ഓക്കെ ഗൈസ്, ഈ റൗണ്ടില് 3 പേർക്കും. ഓക്കെ ഗൈസ്, 4th റൗണ്ടില് ആദ്യം ഞാനാ വന്നേക്കുന്ന. പാത്രല്ലേ ഞാൻ വരുന്നു. എനിക്ക് അയ്യോ അതെന്തോന്ന് തണുത്തിരിക്കുന്ന.
എനിക്ക് മനസ്സിലായി. വൃത്തിയിട്ട പോലെ. അടക്കട്ടെ. Guys, എന്താ വൃത്തിയിട്ട സാധനമാ ഇത്. എഴുതും, ഇത് എഴുതും. മനസ്സിലായി. ഗൈസ്, 4th റൗണ്ട് കഴിഞ്ഞേക്കാണ്. ഞാനാണ് ആദ്യം വന്നത്. ഇതിനകത്ത് ഇവർ വെച്ചത് ചിക്കൻ ഫ്ലഷ്, മസാല പുരട്ടിയ ചിക്കൻ. നമ്മൾ ഇന്നലെ ചിക്കൻ മേടിച്ചായിരുന്നു, എന്നിട്ട് പെരട്ടി ഫ്രിഡ്ജ് വെച്ചിരുന്നു. ആ ചിക്കനാണ് ഇവര് വെച്ചിട്ടുണ്ട്. ഞാനും ചിക്കൻ തന്നെ. ചേച്ചി റോ ചിക്കൻ. ആ അത് തന്നെ. നോക്കട്ടെ, ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നോക്കി. ഞാൻ മീനാണോ നോക്കി, മുള്ള് നോക്കിയത്. അപ്പൊ എല്ലാം ഉണ്ട് അതിന്റെ അകത്ത്. തൊട്ട് നോക്കിയപ്പോ ഇങ്ങനെ ഒരുമാതിരി. ആദ്യം തൊട്ടപ്പോ തടത്തിരുന്നപ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പോ തണുത്തിരുന്നപ്പോ മനസ്സിലായി ഫ്രിഡ്ജിൽ ഇരുന്നൊരു സാധനമാണ് അത്. ഞാനും കത്തി അതാ ഈ മണം ഇവൻ പറഞ്ഞു. പക്ഷെ മണമൊന്നും എനിക്കത് വന്നില്ല കേട്ടോ. ഇപ്പൊ ഉണ്ട്, നേരത്തെ വന്നില്ലായിരുന്നു. അപ്പൊ ഇനി ഫൈനൽ റൗണ്ടിലേക്കാണ്. ഇതില് 3 പേർ ജയിച്ചു. ഓക്കെ, ഇതില് 3 പേരും ജയിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോകാം. പെട്ടിക്കകത്താണോ? അതെന്തുവാ, അങ്ങനെയൊന്നും പറ്റൂല. കള്ളക്കളിയൊന്നും ഇവിടെ പറ്റൂലേ. എനിക്ക് പേടിയാവുന്നു. ഞാൻ ഈ റൗണ്ടിനില്ല. ഇവിടെ നനങ്ങുന്നു. നിങ്ങൾ ആ പൂച്ചനെ പിടിച്ച് ഇവിടെ കൊണ്ട് വെച്ചേക്കുവാണോ? നിങ്ങൾ ആരെയൊന്നും മിണ്ടാത്ത. എവിടെ കാണാനില്ല. എവിടെയാ സാധനം കാണാനില്ല. നിങ്ങൾ ഇത് കള്ളക്കളി കളിക്കല്ലേ? എവിടെ കൊണ്ട് വെച്ചേക്കണ്? എടാ സാധനം ഇതാ. എടാ ഈ കള്ളക്കളി കളിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് വെക്ക്. ഇതാണോ? എനിക്ക് വേണ്ട. നിങ്ങൾ എന്താ കാണിക്കണേ? എടാ വെക്കണ എവിടെങ്കിലും. ഓക്കെ, എഴുതട്ടെ. എന്തോ എഴുതുന്നു, ഒന്നും മനസ്സിലായില്ല. ജീവനുള്ള എന്തോ സാധനമാണെന്ന് തോന്നുന്നു.
എവിടെ സാധനമില്ല, അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. ഈ സാധനം തന്നെ. ടൈം അത് 30 സെക്കൻഡ് eternity later. ഓക്കെ ഗൈസ്, ലാസ്റ്റ് റൗണ്ട് ആണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പാവക്കുട്ടി ഞാൻ ഓറിയോ. ഞാനും ഓറിയോ. നമുക്ക് സാധനം എന്താന്ന് നോക്കാം. ഞാൻ ഓറിയോനെ തൊട്ട്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഇട്ട് പക്ഷെ അനങ്ങാതെ ഇതൊരു സൗണ്ട് പോലും കേൾക്കില്ല. അല്ല ഞാൻ ശരിക്കും എനിക്ക് തൊട്ടപ്പോ ഓറിയോ മനസ്സിലായി. പക്ഷെ അവന്റെ ചെവി നിങ്ങൾ ജീവനുള്ള സാധനം വെക്കൂല എന്ന് പറയുന്നുണ്ടോ ഞാൻ പാവക്കുട്ടീനെ എഴുതി വെച്ചത്? ഇതൊരു സൗണ്ട് പോലും വെച്ചില്ല. അയ്യോ ഗായ്സ്, എനിക്ക് അറിയായിരുന്നു ഓറിയാന്ന്. പക്ഷെ ഞാൻ ഇവര് ജീവനുള്ള സാധനം വെക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാന് ഓക്കെ ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ഗെയിം ഞാൻ വിചാരിച്ചില്ല ഇവര് ആ ഓറിയോനെ കൊണ്ടുവെക്കുമെന്ന്. എനിക്ക് പേടിയായിരുന്നു. എനിക്കെന്തോ ഓടുന്നാലോ, പക്ഷെ ഈ ചെറുക്കനെങ്ങാനും എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് കാണിക്കണേന്ന് ഓർമ്മ. അങ്ങനെ പക്ഷെ ലാസ്റ്റ് തൊട്ടപ്പോഴേ എനിക്ക് ഓറിയോയുടെ ബോഡി കിട്ടി. ഞാൻ പക്ഷെ പൂച്ചനെ തൊട്ടിട്ടില്ല. ഞാൻ പക്ഷെ എനിക്ക് അത് പൂച്ചയായിരിക്കും തോന്നി. ഞാൻ തൊട്ട് കൊറേ തൊട്ട്. ഞാൻ ആദ്യമായിട്ടാ എനിക്ക് ചെവിയാ കിട്ടിയത്. പക്ഷെ ആ ടോയുടെ ചെവിയൊക്കെ കുറച്ച് വണ്ണുണ്ട്. ഇത് ഇത്തിരി ഭയങ്കര തിന്നാണ്. ഓക്കെ ഗൈസ്, എന്തായാലും ലാസ്റ്റ് റൗണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഈ ചലഞ്ചിൽ ജയിച്ചത് ഇവിടെ. ഇവർക്ക് 5 പോയിന്റ്. ഇവർക്ക് അല്ലല്ല, ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കുറച്ച് അറിയാവുന്ന. അതെ അത് ശരി. അതുകൊണ്ട് ചേച്ചിക്ക് പോകും. അതുകൊണ്ടാണ്. അപ്പൊ ചേച്ചിക്ക് 3, എനിക്ക് 4, ഇവർക്ക് 5. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ചലഞ്ച് അത് എടുത്തെടുത്ത് പറയണ്ട. അടുത്ത ചലഞ്ച് നിന്നെ തോപ്പിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതുപോലത്തെ ഫണ്ണി ചലഞ്ച് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. ഓക്കെ, ബൈ. ബൈ.